ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രൂട്ട് കസ്റ്റാർഡാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ഞാൻ അളന്നെടുത്ത് വെച്ചിരിക്കുന്ന പാലാണ്, 2 കപ്പ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഞാനിപ്പോൾ 5 മുതൽ 6 ടീസ്പൂൺ വരെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 6 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്യണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. ഞാൻ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് എല്ലാ ബേക്ക് ഷോപ്പുകളിലും അവൈലബിൾ ആണ്. സാധാ ഷോപ്പുകളിൽ നിന്നും കിട്ടും. അപ്പോൾ ഇത് ഡയറക്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു ബീക്കറിൽ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കുകയാണ്. ഇപ്പോൾ 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് പാല് ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇത് നമ്മൾ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കില്ല, കാരണം അതിലേക്ക് കട്ടകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടിയും ബെറ്റർ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കട്ടകൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കില്ല, നമ്മൾ കുറേശ്ശെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ചിട്ടിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യത്തെ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നന്നായി മിക്സ് ആയതിന് ശേഷം അടുത്ത കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ബാക്കിയും കൂടെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ബോയിലൊന്നും ചെയ്യേണ്ട, കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് കട്ടായിട്ട് വരും. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ആറാനായിട്ട് വെക്കാം. ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് അല്പസമയം മാറ്റി വെക്കാം. അതിൻ്റെ ചൂടൊന്ന് ആറിക്കിട്ടണം. അപ്പോൾ ഞാനിത് മാറ്റി വെച്ചിട്ടാണ്. ഇതിന് ശേഷം നമുക്ക് ഫ്രൂട്ട്സാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഫ്രൂട്ട്സാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആപ്പിളാണ് കട്ട് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. ആപ്പിളൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ അതിൻ്റെ കളറ് മാറിപ്പോകും. അപ്പോൾ ഇവിടെ ഞാൻ അനാറ്, വെള്ളമുന്തിരി, 2 തരത്തിലുള്ള മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ റോബസ്റ്റ പഴം, പിന്നെ ആപ്പിൾ ഞാനിപ്പോൾ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഫ്രൂട്ട്സാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇത്രയും ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി റോബസ്റ്റ പഴവും ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ആദ്യം തന്നെ മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുന്തിരി ഇട്ട് കൊടുക്കാം. പിന്നെ റോബസ്റ്റ പഴം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ആപ്പിൾ ഇട്ട് കൊടുക്കണം, സ്ട്രോബെറി, വെള്ളമുന്തിരി, പിന്നെ ഇട്ട് കൊടുക്കുന്നത് അനാറാണ്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അളവ് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്ക് എത്രത്തോളം ഫ്രൂട്ട്സ് അതിൽ വേണോ അത്രത്തോളം ഫ്രൂട്ട്സ് എടുക്കാം. ഏതൊക്കെ ഫ്രൂട്ട്സ് എടുക്കണോ അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂട്ടോടെ വേണമെങ്കിൽ ഈ സമയത്ത് തന്നെ നമുക്ക് കഴിക്കാം. ഇനി അതല്ല തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. എനിക്ക് തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ഇത് നമുക്ക് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് കസ്റ്റാർഡാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ പാർട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മേലെ ചെറിയ അനാറിൻ്റെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്, റെഡ് കളറൊക്കെ വരുമ്പോൾ. അതുപോലെ തന്നെ ടേസ്റ്റിയും കൂടിയാണ്. അപ്പോൾ വീട്ടിൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം. എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.